ഹായ് ഹലോ വണക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമുക്ക് ഒരു സെറ്റ് മുണ്ട് എങ്ങനെയാണ് ഡ്രൈപ്പ് ചെയ്യുന്നത് നോക്കാം. വിഷു ഒക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും സെറ്റ് സാരിയും സെറ്റ് മുണ്ടും ഒക്കെ കൊടുക്കാൻ താല്പര്യം കാണും. നമ്മുടെ വർക്കിംഗ് പ്ലേസിലും കോളേജസിലും ഒക്കെ വിഷു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു സെറ്റ് മുണ്ട് ഡ്രൈപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നോർമലി എൻ്റെ റീലിൽ ഞാൻ ഒരുപാട് സെറ്റ് മുണ്ട് ഡ്രൈപ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് കൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് ചില പേര് പറഞ്ഞിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മളൊരു ഡ്രേപ്പിംഗ് വീഡിയോ ആയിട്ട് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് ഒറിജിനൽ കൈത്തറി കോട്ടന്റെ സെറ്റ് മുണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഹാൻഡ്ലൂം ആണോ പവർലൂം ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇത് ഞാൻ ഒരു വട്ടം വാഷ് ചെയ്ത് അതിൽ സ്റ്റാർച്ച് എല്ലാം കളഞ്ഞ് അരികൊക്കെ നല്ല നീറ്റായിട്ട് അടിച്ച് ഏകദേശം ഞാൻ 1-2 വട്ടം യൂസ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് മുണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് ഒരു സെറ്റ് മുണ്ട് വാങ്ങിക്കുകയാണ്, വിഷുവിനോ ഓണത്തിനോ ഒക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ കസവ് സെറ്റ് മുണ്ടല്ല, അതിനകത്ത് നമുക്ക് ഉടുക്കാൻ പറ്റുന്നതിനെക്കാട്ടിൽ കൂടുതൽ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ വൺസ് വേറെ ഡ്രസ്സുകളുടെ കൂടെ മിക്സ് ചെയ്യാതെ ഒരു ലൂക്ക് വെയിം വാട്ടറിനകത്ത് അധികം ഡിറ്റർജന്റ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ചും കൂടെ ഞൊറിയൊക്കെ പിടിക്കാൻ നല്ല ഹാൻഡി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ അധികം സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ഡ്രേപ്പിംഗിലേക്ക് കിടക്കാം. സോ എൻ്റെ കയ്യിൽ 2 പീസാണ് ഉള്ളത്. ഒരെണ്ണം താഴെ കൊടുക്കുന്ന സെറ്റും മുണ്ടും, ബാക്കിയുള്ളത് മേലേക്ക് വരുന്ന ഡ്രേപ്പ് ചെയ്യാനുള്ള സാരി പോലത്തെ പാർട്ടുമാണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ രണ്ടിനെയും ഓപ്പൺ ചെയ്ത് നേരെ പിടിക്കണം. നോർമലി നമുക്ക് കിട്ടുന്നത് ഈ 2 പീസാണ് സെറ്റ് മുണ്ട് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത്. ഇതിനകത്ത് നീളം കൂടിയതാണ് ഞാൻ താഴേക്ക് മുണ്ടായിട്ട് ഉപയോഗിക്കുന്നതും ഈ നീളം കുറഞ്ഞത് മേലേക്ക് നേരിയതായിട്ടാണ് ഞാൻ യൂസ്. പലർക്കും സെറ്റ് മുണ്ട് കൊടുക്കുന്നതിന് പലതരം ടെക്നിക്സ് ആണ്. അപ്പം ഞാൻ സെറ്റ് മുണ്ട് കൊടുക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു പക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ അമ്മമാരോ ഒക്കെ കൊടുക്കുന്നുണ്ടായിരിക്കുന്നത്. ഞാനിവിടെ പറയാൻ പോകുന്നത് എനിക്ക് പേഴ്സണലി ഞാൻ ഉടുത്ത് നോക്കി എനിക്ക് വർക്ക്ഔട്ട് ആയ കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് ലെഫ്റ്റിൽ നിന്നാണ് ഉടുക്കേണ്ടത് റൈറ്റിൽ നിന്നാണ് ഉടുക്കേണ്ടത് അങ്ങനെയുള്ള ട്രഡീഷൻസ് ഒന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ എങ്ങനെ ഭംഗിയായിട്ട് ഉടുക്കാം എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് കമന്റിനകത്ത് പൊങ്കാല ഇടരുത്. ഞാൻ നോർമലി ഉടുക്കാൻ തുടങ്ങുന്നത് ശരിക്കും നമ്മൾ സാരി ഉടുക്കുന്ന പോലെ തന്നെ എൻ്റെ റൈറ്റ് ലെഗിന്റെ അവിടെ നിന്ന് ഉള്ളിലേക്ക് എത്രത്തോളം ഉണ്ടോ, ഏകദേശം എത്രത്തോളം ഉണ്ടോ അത് നല്ലതുപോലെ ടക്കിൻ ചെയ്തിട്ട് അതായത് നല്ലോണം ഞാൻ ഈ റൈറ്റിലേക്ക് കയറ്റി വെക്കും കേട്ടോ. ഇത് നല്ലോണം ബാക്ക് സൈഡിൽ നിന്ന് തന്നെ ടക്കിൻ ചെയ്ത് നല്ലോണം ടക്കിൻ ചെയ്ത് ബാക്കിലും നല്ല നീറ്റായിട്ട് ടക്കിൻ ചെയ്ത് ഈ ഫ്രണ്ടിൽ വരുന്ന പാർട്ട് ഉണ്ടല്ലോ, ഫ്രണ്ടിൽ വരുന്ന പാർട്ട് ഈ ഭാഗം ഈ സൈഡ് ഞാൻ ഉള്ളിലേക്ക് പ്ലീറ്റ് ചെയ്യും. ഇങ്ങനെ മടക്കി കൊടുക്കും നേരെ ഇതുപോലെ ഉള്ളിലേക്ക് ഞാൻ മടക്കി കൊടുക്കും അറ്റം വരെ. എന്നിട്ട് ഇതിനെ ഞാൻ പ്ലീറ്റ് ചെയ്യും. നമ്മൾ സാരി പ്ലീറ്റ് ചെയ്യില്ലേ അതുപോലെ ഒരു വലിയ പ്ലീറ്റായിട്ട് തന്നെ ഞാൻ എടുക്കും. അപ്പം എനിക്കത് ഫ്രണ്ടിൽ ഈ അറ്റം വരെ എനിക്ക് നീറ്റായിട്ട് നിൽക്കും. പക്ഷെ ചില ആൾക്കാർ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഉടുക്കാറുള്ളത്. ഞാൻ ഇങ്ങനെ ഉടുക്കുന്നത് എന്തിനാണ്, എനിക്ക് ഫൈനലി ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഇത് എനിക്ക് കറക്റ്റ് മിഡിലിൽ വരുന്ന പോലെയാണ് ഞാൻ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കുന്നത്. ഉടുത്ത് കഴിഞ്ഞതിന് ശേഷം ഐ ജസ്റ്റ് മേക്ക് ഷുവർ എൻ്റെ ഒരു സൈഡിലും ഇതിൻ്റെ എക്സസ് ആയിട്ടുള്ള എന്താ പറയാ മെറ്റീരിയൽ ചുരുണ്ടൊന്നും ഇരിക്കുന്നില്ലെന്ന് ഞാൻ ജസ്റ്റ് മേക്ക് ഷുവർ ചെയ്യും. കാരണം അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഹിപ്പ് കുറച്ചും കൂടെ വലുതായിട്ട് തോന്നാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഏറ്റവും സ്ലീക്കായിട്ട് നീറ്റായിട്ട് പ്ലീറ്റ് ചെയ്തിട്ടാണ് എവിടെയും എക്സസ് ഇല്ലാതെയാണ് ഞാൻ മുണ്ട് പ്ലീറ്റ് ചെയ്യുന്നത്. ഈ മുണ്ട് ഇങ്ങനെ പ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ബാക്കിലോട്ട് നിന്ന് കാണിക്കാം, എൻഡ് വരയ്ക്കും നീറ്റായിട്ടുള്ള ലൈൻ എനിക്ക് കിട്ടുന്നുണ്ടായിരിക്കും. സോ ഇതാണ് എൻ്റെ മുണ്ട് ഡ്രൈപ്പ് ചെയ്തിട്ടുള്ളതിന്റെ ഫൈനൽ ഔട്ട്പുട്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഈ നേരിയത് എങ്ങനെയാണ് ഡ്രൈപ്പ് ചെയ്യേണ്ടത് നോക്കാം. ഈ പറഞ്ഞ പോലെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗമാണ് നമ്മൾ മുകളിലേക്ക് വരുന്നത്. ഇത് ഒറിജിനൽ കസവിൽ വാങ്ങിക്കുകയാണെങ്കിൽ 2.8 മീറ്റേഴ്സ് ഉള്ളതും കിട്ടും, 2.5 മീറ്റേഴ്സ് ഉള്ളതും കിട്ടും. കുറച്ച് തടിയും ഹൈറ്റും ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാരാണ്, കുറച്ച് വണ്ണം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ബെറ്റർ നമ്മൾ 2.8 ഉള്ളത് വാങ്ങിക്കുന്നതാണ്. 2.5 മേടിക്കുമ്പോൾ അതായത് 2.5 മേടിക്കുമ്പോൾ നമുക്ക് ബാക്കിലേക്ക് തടിയുള്ള ആൾക്കാർക്കാണെങ്കിൽ ബാക്കിലേക്ക് ലെങ്ത് കുറവായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഹൈറ്റിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഹൈറ്റ് കൂടുതലാകുമ്പോൾ നമുക്ക് ബാക്കിലേക്ക് ഇറക്കം അധികം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ മോസ്റ്റ്ലി 2.8 ഉള്ളതാണ് നോക്കി മേടിക്കാറുള്ളത് കേട്ടോ. സെറ്റ് മുണ്ടൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മെറ്റീരിയൽ. നമ്മൾ കസവ് വലുതായിട്ട് അങ്ങനെ നോക്കിയിട്ട് മേടിക്കരുത്. എപ്പോഴും നല്ല മെറ്റീരിയൽ വിത്ത് നല്ല കസവോട് കൂടെ മേടിക്കാൻ ശ്രമിക്കണം. നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ പിടിക്കുമ്പോൾ നല്ല ഒതുങ്ങുന്ന മെറ്റീരിയൽ ആയിരിക്കണം. ടിഷ്യൂവിന്റെ ഞാൻ പേഴ്സണലി
എനിക്ക് ടിഷ്യൂവിന്റെ സെറ്റ് മുണ്ടുകളോ അല്ലെങ്കിൽ സെറ്റ് സാരികളോ അത്ര ഇഷ്ടമല്ല. കാരണം അത് പ്ലീറ്റ് പിടിക്കുമ്പോൾ അത്ര ഭംഗിയിൽ കിട്ടാറില്ല. അല്ലെങ്കിൽ നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ളത് മേടിക്കണം. ഒറിജിനൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്, 5,000 to 10,000 ഒക്കെ വരും. ഹാൻഡ്ലൂമിന്റെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1,000, എനിക്ക് തോന്നുന്നു ഒരു 2,000 to 3,000 ഹാൻഡ്ലൂമിന്റെ നമുക്ക് നല്ലത് കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ തിരുവനന്തപുരത്ത് ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അധികം സെറ്റ് മുണ്ടുകൾ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അധികം വാങ്ങിക്കുന്നത് കുത്താമ്പുള്ളിയിൽ നിന്നാണ്. സോ പ്ലീറ്റ് പിടിക്കുമ്പോൾ ഞാൻ എപ്പോഴും പിടിക്കുന്നത് ജസ്റ്റ് എൻ്റെ ഈ കൈയിൻ്റെ ഇത്രയും ഒരു വലുപ്പം ഉണ്ടല്ലോ, ജസ്റ്റ് ഈ ഒരു വലുപ്പത്തിലാണ് എനിക്ക് ഇവിടെ വെക്കാൻ. ഒരുപാട് ചെറുതായിട്ടും പിടിക്കാറില്ല, ഒരുപാട് വലുതായിട്ടും പിടിക്കാറില്ല. സോ ഞാൻ ഇവിടെ ഫസ്റ്റ് പ്ലീറ്റ് പിടിച്ചു. ആദ്യത്തെ പ്ലീറ്റ് പിടിച്ചിട്ട് രണ്ടാമത്തെ പ്ലീറ്റ് പിടിക്കുമ്പോൾ ആദ്യത്തെ പ്ലീറ്റിന്റെ ഈ എൻഡ് ഉണ്ടല്ലോ, ഇവിടെ കുറച്ച് എക്സസ് നിൽക്കുന്ന പോലെയാണ് ഞാൻ അടുത്ത പ്ലീറ്റ് പിടിക്കുന്നത് കേട്ടോ. അടുത്ത പ്ലീറ്റ് പിടിക്കുമ്പോൾ അടുത്തത് അതിനെക്കാട്ടിലും കുറച്ച് അകത്തേക്ക് വരുന്ന പോലെ, അങ്ങനെയാണ് ഞാൻ പ്ലീറ്റ് പിടിക്കുന്നത്. അപ്പോൾ ഗുണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ പ്ലീറ്റ് എപ്പോഴും പുറത്തേക്ക് നിൽക്കും. അതിന്റെ അകത്തുള്ള പ്ലീറ്റുകൾ പുറത്തേക്ക് അധികം എത്തി നോക്കത്തില്ല. സോ ഫൈനലി എന്റെ പ്ലീറ്റ് പിടിച്ചിട്ടുള്ളത് അതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. കണ്ടു, ഉള്ളിലേക്കായിരിക്കും ഓരോന്നോരോന്ന് ചെറുതായിട്ട് വരുന്നത്. ഓക്കെ, ഇത് റെഡി ആയി കഴിഞ്ഞു. ഞാനിവിടെ ഒരു പിൻ വെച്ച് സെക്യൂർ ചെയ്തു. ഇനി ഇതിവിടെ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഏകദേശം അളവ് വെച്ചിട്ട് അടുത്ത ഇതിനോട് ഒരുമിച്ച് നിൽക്കുന്ന പ്ലീറ്റ്സ് പിടിക്കാം. ഇത് ഞാൻ പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ച് അയൺ ചെയ്യോ അങ്ങനത്തെ ടെക്നിക്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നല്ല ഹാൻഡ്ലൂമിന്റെ അധികം സ്റ്റാർച്ച് ഇല്ലാത്ത മെറ്റീരിയൽ ആണെങ്കിൽ പ്രീ പ്ലീറ്റിംഗ് ടെക്നിക്സ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് ഉടച്ച് സാരി ഉടുക്കാം. ഓക്കെ, വെച്ചു. ഇനി അടുത്ത സെഷൻ നല്ല നീറ്റായിട്ട് പ്ലീറ്റ്സ് നമുക്ക് പിടിക്കാം. പിന്നെ സെറ്റ് മുണ്ടൊക്കെ വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും ഒറ്റയ്ക്ക് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മൾ നമ്മുടെ വേറെ സാരികളുടെ കൂടെയോ അല്ലെങ്കിൽ വേറെ കളേർഡ് ആയിട്ടുള്ള ബ്ലൗസ് അണ്ടർസ്കേർട്ടിന്റെ കൂടെയോ ഒന്നും ഒരിക്കലും വാഷ് ചെയ്യരുത്. എപ്പോഴും ഹാൻഡ് വാഷ് ആണ് നല്ലത്. ഞാനത് വാഷ് ചെയ്യുന്നത് എന്തെങ്കിലും നല്ല സ്മെല്ലുള്ള എന്തെങ്കിലും നല്ല ഹാൻഡ് വാഷ് ഉണ്ടല്ലോ, അതായത് എന്തെങ്കിലും ഹാൻഡ് വാഷ് ലിക്വിഡ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി വാഷിന്റെ ലിക്വിഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ വാഷ് ചെയ്യാറുള്ളത്. ഡിറ്റർജൻസ് ഞാൻ അധികം ഇതിൽ യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഞാൻ വാഷിംഗ് മെഷീനകത്തും ഇടാറില്ല. അപ്പോൾ നമുക്ക് ഒരു ലോങ് ലൈഫ് കിട്ടും. കാരണം നമ്മൾ ഒക്കേഷണലി മാത്രമല്ലേ ഉടുക്കുന്നുള്ളൂ ഇതൊക്കെ. അപ്പം നമുക്ക് ഒരുപാട് നാളത്തേക്ക് എടുത്തു വയ്ക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത സെറ്റ്. പ്രീ പ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ തലേദിവസം നമുക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ട്, കാലത്ത് നേരത്തെ പോകാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടൊക്കെ നമുക്ക് ആദ്യം തന്നെ പ്രീ പ്ലീറ്റ് ചെയ്ത് വെക്കുന്നതാണ് സേഫ് കേട്ടോ. ഏകദേശം നമുക്ക് 1, 2, 3, 4, 5, 6 പ്ലീറ്റാണ് കിട്ടിയിട്ടുള്ളത്. നോട്ട് ബാഡ്. ഞാൻ ഏകദേശം ബാക്കിലേക്ക് നമ്മുടെ മുട്ടിൻ്റെ ഏകദേശം താഴെ വരെയുള്ള ലെങ്ത്തിലാണ് പ്ലീറ്റ്സ് അല്ലെങ്കിൽ സാരിയുടെ മുന്താണി ഇടാറുള്ളത്. അപ്പോൾ ഒരു ഭംഗി കിട്ടും. വില കുറവിൻ്റെ സാരികൾ മേടിക്കുമ്പോൾ നമുക്ക് അത്രയും കിട്ടാറില്ല. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സാരിയുടെ ഉള്ളിൽ വരുന്ന കളർ ഉണ്ടല്ലോ, ആ കളറിൽ ഒരു 1/4 മീറ്റർ തുണി വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു 1/4നെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു 10 പോയിന്റ് തുണി വാങ്ങിയിട്ട് ഫ്രണ്ടിൽ നമ്മൾ അകത്തേക്ക് കൊടുക്കുന്ന ഭാഗത്ത് തയ്ച്ച് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നല്ല പ്ലീറ്റ്സ് കിട്ടും. അതിപ്പോൾ സെറ്റ് മുണ്ടിൻ്റെ ആണെങ്കിലും ശരി, നോർമൽ സാരിയുടെ ആണെങ്കിലും ശരി. എനിക്ക് തോന്നുന്നു ഈ ടെക്നിക്ക് ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു. സോ നമുക്ക് ഇനി ഇത്രയും ഭാഗം കണ്ടോ നല്ല നീറ്റായിട്ട് നമ്മുടെ പ്ലീറ്റ്സ് നിൽക്കും. ഇനി ഇത് നമുക്കൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഇവിടെ സെക്യൂർ ചെയ്യും. നെക്സ്റ്റ് പ്രോസസ് വന്നിട്ട് നമ്മുടെ ബാക്കിലും ഫ്രണ്ടിലും ഏകദേശം ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിലേക്കും ഉണ്ട്, ഫ്രണ്ടിലേക്കും ഉണ്ട്. നെക്സ്റ്റ് ഫ്രണ്ടിലുള്ള ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഫ്രണ്ടിലുള്ള മെറ്റീരിയൽ ആദ്യം ഫസ്റ്റ് പ്ലീറ്റിനെ നമ്മൾ കൊണ്ടുവന്ന് ഈ സൈഡിലേക്ക് വെക്കണം. അതായത് നമ്മുടെ ഇവിടെ നിന്നും ചെസ്റ്റിന്റെ ജസ്റ്റ് ഹാഫ് വരേക്കുള്ള പോർഷനാണ് കവർ ചെയ്യേണ്ടത്. നമ്മൾ ഒരുപാട് ഇങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കരുത്. അപ്പം നമുക്ക് ഒരുപാട് വീതി തോന്നിക്കും, നമ്മൾ ഒരുപാട് തടി തോന്നിക്കും. അപ്പം നമ്മൾ എന്ത് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഇങ്ങനെ വേണം വെക്കാനായിട്ട്. ഓക്കെ, അതിങ്ങനെ വെച്ചു. അതിനുശേഷം അടുത്ത പ്ലീറ്റ് എടുത്തു. നമുക്ക് മൊത്തം 5 to 6 പ്ലീറ്റാണ് ഉള്ളത്. ഓരോരോ പ്ലീറ്റും ഭംഗിയായിട്ട് എടുത്തിട്ട് അതിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അടുത്ത പ്ലീറ്റ് ഇവിടെ വെച്ചു, അടുത്തത് ഇവിടെ വെച്ചു. സോ ഇങ്ങനെ വെക്കുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത്
ഇതിനെ ഫസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് ഉടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സൈഡ് ഉടുക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റിന്റെ ഈ സൈഡും കവർ ആവും, നമുക്ക് ഈ ഭാഗവും ഓവർ എക്സ്പോസ്ഡ് ആയിരിക്കില്ല. കാരണം നമ്മൾ ഇവിടെ പ്ലീറ്റ് എടുക്കുമ്പോൾ ഒരു ലെയർ എക്സ്ട്രാ ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അതുകൊണ്ട് നമുക്ക് ഇവിടെ സേഫ്റ്റി പിൻസ് ഒന്നും കുത്താതെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡ് നീറ്റായിട്ട് നിൽക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഭാഗം നല്ലോണം സ്ട്രെച്ച് ചെയ്തിട്ട് ബാക്കിൽ കൂടെ എടുത്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം. ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം. ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഈ സൈഡ് ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും ഈ എക്സസ്, നമുക്ക് ഈ എക്സസ് വരുന്ന ഈ പാർട്ട് ഉണ്ടല്ലോ, അത് ഞാൻ ഉള്ളിലേക്ക് ലൈറ്റായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമ്മുടെ ഗോൾഡ് കളർ കസവ് കുറച്ചും കൂടെ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെടുത്തിട്ട് നോർമലി ഇങ്ങനെ കുത്തണമെങ്കിൽ കുത്താം. ഇതല്ലാതെ നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് ഞാൻ ഓപ്പൺ ചെയ്യും. ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ കൊണ്ടുവന്നിട്ട് ഇതാ നമ്മൾ സാരിക്കൊക്കെ കുത്തുന്ന പോലെ ഇതിനെ കൊണ്ടുവന്നിട്ട്, ബ്രൈഡലൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ഉടുക്കുന്നത് കേട്ടോ. ബ്രൈഡലിൽ നമ്മൾ ഉടുക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ സൈഡിലേക്ക് നമ്മൾ ഒരു സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്യും. കണ്ടോ, ഇങ്ങനെ ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ട് ഈ പാർട്ട് വീണ്ടും നമ്മൾ ആദ്യത്തെ പോലെ തന്നെ മടക്കി പിടിച്ച് പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് ഇതിനകത്തേക്ക് വെച്ചിട്ട് മുകളിലേക്ക് കൂടെ ടക്കിൻ ചെയ്യും. നോർമൽ എല്ലാവരും റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് ഉടുക്കാൻ പകരം ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് സെറ്റ് മുണ്ട് ഉടുക്കാറുള്ളത്. അങ്ങനെ ഉടുക്കുമ്പോൾ നമുക്ക് ഈ സൈഡിലുള്ള ഈ പെർഫെക്ഷൻ കിട്ടാറില്ല. അപ്പൊ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പ്ലീറ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഉടുക്കുന്നത്. നോർമലി എല്ലാവരും ഉടുക്കുമ്പോൾ റൈറ്റിൽ കുത്തിയിട്ട് ലെഫ്റ്റിലേക്ക് ഉടുക്കുന്നതിന് പകരം ലെഫ്റ്റിൽ കുത്തിയിട്ട് റൈറ്റിലേക്കാണ് സെറ്റ് മുണ്ട് ഉടുക്കാറുള്ളത്. അങ്ങനെ ഉടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു സാധനം, ഈ ഒരു പാർട്ട് വന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് ഈ ഒരു ഫിനിഷിംഗ് പോയിന്റ് നമുക്ക് അതിൽ കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഓപ്പോസിറ്റിൽ ഉടുത്ത് കാണിച്ചത്. നിങ്ങളിപ്പോൾ റെഗുലർ ആയിട്ട് ഉടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഉടുത്തോളൂ. ഞാൻ എൻ്റെ ഒരു സജഷൻ കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. മലയാളം സീരിയലിൽ ആക്ട് ചെയ്യാൻ വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് സെറ്റ് മുണ്ട് ഉടുക്കാനായിട്ട് ശരിക്കും പഠിക്കുന്നത്. ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷമാണ് ശരിക്കും ഞാൻ സെറ്റ് മുണ്ടുകൾ യൂസ് ചെയ്യാൻ പഠിക്കുന്നത്. അതുപോലെ സെറ്റ് സാരിയൊക്കെയാണ് ഞാൻ എൻ്റെ കോളേജസിലും എൻ്റെ വർക്കിംഗ് സ്പേസിലൊക്കെ ഞാൻ ഉടുത്ത് നോക്കിയിട്ടുള്ളൂ. അത് വല്ലപ്പോഴും വിഷുവിനും ഓണത്തിനൊക്കെ മാത്രമാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സെറ്റ് മുണ്ട് ഉടുക്കലിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ ബേസിക്കലി ഇതൊരു ഭംഗിയിലായിട്ട് ഉടുക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ സാരിക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള സാരി പെറ്റിക്കോട്ട് വന്നിട്ട് കോട്ടൻ്റെ ഫിഷ് കട്ട് അണ്ടർസ്കേർട്ട് ആണ്. കുറച്ച് പേര് ചോദിക്കാറുണ്ട്. ഞാൻ സാരി ഷേപ്പേഴ്സ് അത്ര സജസ്റ്റ് ചെയ്യാറില്ല. എനിക്ക് കംഫർട്ടബിൾ സാരി പെറ്റിക്കോട്ടായിട്ട് ഫിഷ് കട്ട് കോട്ടൺ അണ്ടർസ്കേർട്ട് ആണ്. അത് നോർമൽ എല്ലാ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സോ ഹോപ്പ് യു ഓൾ ലവ് ഇറ്റ്. നോർമലി എല്ലാവരും ലെഫ്റ്റിൽ നിന്ന് ആരംഭിച്ചിട്ട് മുണ്ട് റൈറ്റിലേക്കാണ് ഉടുക്കാറ്. പക്ഷെ ഞാൻ റൈറ്റിൽ നിന്ന് ആരംഭിച്ച് ലെഫ്റ്റിലേക്കാണ് ഉടുത്തത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫിനിഷിംഗ് പോയിന്റ് ഇവിടെ കിട്ടുന്നത്. ഇപ്പൊ നിങ്ങൾ റെഗുലർ ആദ്യത്തെ പോലെ ഉടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ ഉടുത്തോളൂ. ഇത് ജസ്റ്റ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡ്രേപ്പിംഗ് ടെക്നിക് കാണിച്ചു തന്നെന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. സോ ഹോപ്പ് യു ഓൾ ലവ്ഡ് ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ വിഷുവിന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, നല്ല നീറ്റ് ആയിരിക്കും. വലിയ കരയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ വലിയ വർക്കോ പെയിന്റിങ്ങോ എന്തെങ്കിലും പ്രിന്റോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഫോട്ടോസിനും കാര്യങ്ങൾക്കൊക്കെ നല്ല ഭംഗിയിൽ കിട്ടും. സോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു സോ മച്ച്. ഇനി ഒരു ഡ്രീപ്പിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.